കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ മികച്ച വ്യവസായ സംരംഭകരെ ആദരിക്കുമെന്ന് ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇൻമക് ലീഡർഷിപ്പ് സല്യൂട്ട് പുരസ്കാരത്തിന് സംരംഭകൻ ഡോക്ടർ മുഹമ്മദ് അലി ഗൾഫാറിനെ തിരഞ്ഞെടുത്തതായും അവർ വ്യക്തമാക്കി. കേരളത്തിന്റെ വ്യാവസായിക ഭൂപടത്തെ രാജ്യാതിർത്തികൾക്ക് പുറത്തേക്ക് നയിക്കുന്നതിനും സംസ്ഥാനത്തെ ഒരു മികച്ച സംരംഭകത്വ സൗഹൃദ സംസ്ഥാനമാക്കി വളർത്തുന്നതിനുമായി പരിശ്രമിച്ച 10 വ്യവസായികളെ ഇൻമെക് എക്സലൻസ് സല്യൂട്ട് പുരസ്കാരം നൽകി ആദരിക്കും. ഈ മാസം 26-ന് കൊച്ചിയിലെ ഹോട്ടൽ താജ് വിവാന്തയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകും. പക്ഷെ അതിനൊക്കെ ഒരു പ്രോത്സാഹനമായിട്ടായിരിക്കണം ഒരുപക്ഷെ ഇത് അവർ കാണുന്നത്. കാരണം പുതിയ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെയാണ് ഇപ്പോൾ കേരള നമ്മളൊരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ മുന്നോട്ട് വന്നത്, എന്താണ് പുതിയ പോളിസി, അതിൽ ഞങ്ങൾ പ്രധാന ലക്ഷ്യമാണ് ഈ പുതിയ പോളിസി പരിചയപ്പെടുത്തുക എന്നുള്ളത്. പലർക്കും അറിയില്ല. സാധാരണ നേരത്തെ ഇപ്പോൾ നമ്മൾ കേരളത്തിനെ കുറിച്ചുള്ള ഒരു പ്രയാസം നമ്മൾ പറഞ്ഞത് കേരളത്തിലെ ഇൻഡസ്ട്രീസ് തുടങ്ങാൻ സ്ഥലമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ പോളിസിയിൽ 10 ഏക്കർ ലാൻഡുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു 30 വർഷത്തേക്ക് ലീസിനെടുത്ത ഒരാൾക്ക് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കാം. ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ പാർക്ക് സ്ഥാപിക്കുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇൻഡസ്ട്രിയൽ പാർക്കിൽ തുടങ്ങുന്ന വ്യവസായ സംരംഭങ്ങൾക്ക് ലഭിക്കും. അതിൽ ടാക്സ് ഹോളിഡേ ആണെങ്കിലും അല്ലെങ്കിൽ പല ലൈസൻസിൻ്റെ ഇളവുകളാണെങ്കിലും ഈ 10 ഏക്കർ ലാൻഡ് ഉണ്ടെങ്കിൽ അവിടെ 2-3 ഇൻഡസ്ട്രിയോ ഒരു ഇൻഡസ്ട്രിയോ തുടങ്ങുകയാണെങ്കിൽ പോലും ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അതിൽ ലഭിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ പൊതുവെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു ബോധം വന്നിട്ടില്ല. ഞങ്ങൾ ഗൾഫിലും UAE-യിൽ പക്ഷേ ലൈജ് നേരത്തെ ഗൾഫിലും അവിടെ ഞങ്ങൾ ഇതേപോലെ ഇൻഡസ്ട്രിയൽ പോളിസിയെക്കുറിച്ച് നല്ലൊരു ക്ലാസ് നടത്തിയിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരുപാട് എൻക്വയറീസ് എസ്പെഷ്യലി മെയിൻലി ഓൺ ദിസ് ലാൻഡ് ബാങ്കിനെ കുറിച്ച് കാരണം NRIs നമുക്കറിയാം, ഈ 10 ഏക്കറും 25 ഏക്കറും ഒക്കെ ഉള്ള NRIs ധാരാളമുണ്ട്. അവർക്ക് ഈ ഭൂമി എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നതെന്ന് പോലും അറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വാല്യൂ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ധനമന്ത്രി KN ബാലഗോപാൽ മുഖ്യാതിഥിയായിരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംസ്ഥാന വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് IAS എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുന്നതിനു വേണ്ടി തയ്യാറാക്കിയ പുതിയ വ്യാവസായിക നയം പ്രിൻസിപ്പൽ സെക്രട്ടറി ചടങ്ങിൽ അവതരിപ്പിക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫിൽ നിന്നുമുള്ള വിശിഷ്ട അതിഥികളും സംരംഭകരും ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കുമെന്ന് ഇൻമെക് ഭാരവാഹികൾ അറിയിച്ചു. ഇൻമെക് ചെയർമാൻ ഡോക്ടർ NM ഷറഫുദ്ദീൻ, സെക്രട്ടറി ജനറൽ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ, ഇൻമെക് കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി യൂനിസ് അഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം.